കുഞ്ഞുങ്ങളെ ഒത്തുകൂടൂ. എലി എന്ന ആനയുടെയും മന്ത്രിക്ക് എന്ന വെള്ളച്ചാട്ടത്തിന്റെയും കഥ ഞാൻ നിങ്ങളോട് പറയാം. കാടിന്റെ ഹൃദയഭാഗത്ത് വള്ളികൾ നൂഡിൽസ് പോലെ വളയുകയും തത്തകൾ ആകാശത്ത് നിറവെക്കുകയും ചെയ്തിരുന്നു. എലി എന്നൊരു യുവയാന ജീവിച്ചിരുന്നു. അവൾ വലുതായിരുന്നില്ല, അവൾക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. കാടിന്റെ രഹസ്യമായ തന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വെയിൽ നിറഞ്ഞ പ്രഭാതത്തിൽ തന്റെ ഉറ്റസുഹൃത്തുക്കളായ ടിക്കോ എന്ന കുസൃതിക്കാരനായ കുരങ്ങിനോടൊപ്പം സാർ എന്ന ഉറക്കമുള്ള സിബ്രായോടൊപ്പം കളിക്കുമ്പോൾ അവർ മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം കേട്ടു. അത് സിംഹത്തിന്റെ ഗർജനമോ തവളയുടെ കരച്ചിലോ ആയിരുന്നില്ല, അത് പാടുകയായിരുന്നു. എലിയുടെ തുമ്പിക്കായി ഒരു പെരിസ്കോപ്പ് പോലെ ഉയർന്നു. ഒരു പ്രേതമാണെന്ന് തോന്നുന്നു. ഒരു മരത്തിന്റെ പിന്നിൽ പകുതി ഒളിച്ചിരിക്കുന്ന സാറ മന്ത്രിച്ചു. അല്ലെങ്കിൽ ഒരു നിധിയാകാം. ടീക്കോ പുഞ്ചിരിച്ചു. മികച്ച കാഴ്ച ലഭിക്കുന്നതിനായി ടീക്കോ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. കാത്തിരിക്കാതെ എലി മുന്നോട്ട് ചവിട്ടി. അവൾ ആ നൃത്തം ചെയ്തു. നമുക്ക് അതിനെ പിന്തുടരാം. അവർ മിന്നാമിനുകളുടെ വയലിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മുതലയെ മറികടന്ന് കാൽവിരൽ കൊണ്ട് കടന്നുപോയി. ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. പിന്നെ അവർ അത് കണ്ടു. മരങ്ങൾ പോലെ ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം സൂര്യനിൽ വജ്രങ്ങൾ പോലെ തിളങ്ങുന്നു. പക്ഷെ അത് വെറും ഒരു വെള്ളച്ചാട്ടമായിരുന്നില്ല, അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. വിസ്പറിംഗ് വെള്ളച്ചാട്ടത്തെ ശല്യപ്പെടുത്താൻ ആർക്കാണ് ധൈര്യം? വെള്ളച്ചാട്ടത്തിന്റെ തിരശീലത്തിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. മൃഗങ്ങൾ പേടിച്ചുപോയി. പിന്നെ പുറത്തേക്ക് വന്നു ഒരു ആമ. ആഴത്തിലുള്ള ശബ്ദമുള്ള ഒരു ചെറിയ ആമ. ഞാൻ ഡംബിൾസ് ആണ്, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെള്ളച്ചാട്ടത്തിന്റെ കാവൽക്കാരൻ. എന്റെ ഏറ്റവും ധൈര്യമുള്ള മൃഗങ്ങൾക്ക് മാത്രമേ അതിന്റെ പാട്ട് കേൾക്കാൻ കഴിയൂ. എല്ലാം കണ്ണിച്ചമ്മി. ഞങ്ങൾ അത് കേട്ടു, ഞങ്ങൾ അത് പിന്തുടർന്ന് വന്നതാണ്. ടെമ്പിൾസ് പതുക്കെ തലയാട്ടി. അപ്പോൾ നിങ്ങൾ തയ്യാറാണ്? എന്തിനാ തയ്യാറാണ്? പകുതി ആവശ്യത്തോടെ പകുതി വെളറിയ ഒരു ടെൻഷൻ അടിച്ച രീതിയിൽ ടീക്കോ ചോദിച്ചു. ഒരു സാഹസികത. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറകൾ മാറി തിളങ്ങുന്ന ഒരു ഗുഹ കാണിച്ചു. അകത്ത് പുരാതന മൃഗവീരന്മാരുടെ ചുവചിത്രങ്ങൾ, ചിറകുള്ള പുൽവിളികൾ, സ്വർണ്ണ കൊമ്പുള്ള കാണ്ടാമൃഗങ്ങൾ, അതെ, ചെവിയിൽ നക്ഷത്രമുള്ള ഒരാന പോലും. അത് എന്റെ മുത്തുവശത്തെയാണ്. എല്ലിത ശ്വാസം മുട്ടി. ടമിൾസ് പുഞ്ചിച്ചു. ഒരിക്കൽ അവൾ തന്റെ ശരീരം കൊണ്ട് നദിയെ തടഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പൊക്കത്തു നിന്ന് കാടിനെ രക്ഷിച്ചു. നിങ്ങളുടെ കുടുംബത്തിന്റെ ധൈര്യം ഓടുന്നു. ഗുഹ കുലുങ്ങി. ഒരു മൃദുവായ കാറ്റ് അവരെ ചുറ്റുപിടിപ്പിച്ചു. പെട്ടെന്ന് അവരോരോരുത്തരും കൂടുതൽ ധൈര്യശാലികളും ശക്തരും ആയെന്ന് തയ്യാറാണെന്ന് തോന്നി. അവർ പോയപ്പോൾ വെള്ളച്ചാട്ടം നിശബ്ദരായി. കാട്ടിൽ തിരിച്ചെത്തി അവർ ഗുഹയെക്കുറിച്ച് സംസാരിച്ചില്ല. അത് രഹസ്യമായിരുന്നു. സൂക്ഷിക്കാൻ പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ചില സാഹചര്യതകൾ വിശദീകരിക്കാൻ കഴിയാത്തത്ര മാന്ത്രികമായതിനാൽ.